ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആദരണീയരായ സഭാമൂപ്പന്മാർ, ശുശ്രൂഷകന്മാർ, മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, യുവതി യുവാക്കന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പത്തനംതിട്ടയിലുള്ള ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനും അതിനുശേഷം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാനും ദൈവം ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, ഈ ശുശ്രൂഷയ്ക്ക് എന്നെ പരമേൽപ്പിച്ച പ്രിയ സ്ഥലം സഭയോടും ഉത്തരവാദിത്തപ്പെട്ടവരോടും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദിയും അറിയിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി BBAയിലുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ ചില ഞായറാഴ്ചകളിൽ ഇവിടെ കടന്നു വരുവാനും നിങ്ങളോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാനും ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് വിചാരിക്കുന്നു. ബെൻ തോമസ് ജോൺ എന്നാണ്. എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ മീനടം എന്ന സ്ഥലത്താണ്. കോട്ടയത്താണ് എൻ്റെ വീടെങ്കിലും പത്തനംതിട്ട ജില്ലയോടും, ജില്ല എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സ്ഥലം സഭകളോടും ദൈവജനത്തോടും ആത്മീയ ശുശ്രൂഷകളോടും ശുശ്രൂഷകന്മാരോടും ഒക്കെ എനിക്ക് ആത്മീയമായ നിലയിൽ വലിയ കടപ്പാടുണ്ട്. കാരണം കുട്ടിക്കാലം മുതൽ എൻ്റെ ജീവിതത്തിലെ ആത്മീയ വളർച്ചയിൽ വളരെയധികം പങ്ക് പത്തനംതിട്ടയിലുള്ള ശുശ്രൂഷകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻ്റെ അമ്മ വീട് പത്തനംതിട്ടയിലാണെന്നുള്ളതാണ്. ഇവിടെ അടുത്ത് കടമ്പനിട്ടയിലെ ചാന്തുകാവ്. കുട്ടിക്കാലത്ത് ഏറ്റവും അധികം പത്തനംതിട്ടയിൽ എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ശുശ്രൂഷ സുവിശേഷകൻ ബാലസംഘത്തിൻ്റെ സെൻറ്റർ ക്യാമ്പുകളായിരുന്നു. അന്ന് ഏപ്രിൽ മാസം ആദ്യ ആഴ്ചയാണ് ആ ക്യാമ്പ് നടക്കുക. ഇപ്പോഴും ഏപ്രിൽ മാസത്തിൽ തന്നെ ആ ക്യാമ്പ് തുടരുന്നുണ്ടല്ലോ, ഈ വർഷവും ഉണ്ട്. അപ്പോൾ മാർച്ച് മാസം ആനുവൽ എക്സാം കഴിയുമ്പോൾ അവസാന ആഴ്ച ഒന്നെങ്കിൽ കഴിയുന്ന അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം ചാന്തുകാവിൽ അമ്മ വീട്ടിലെത്തും. അവിടെ നിന്ന് ചാന്തുകാവ് സഭയിലുള്ള കുട്ടികളും എൻ്റെ കസിൻസും ഞങ്ങളെല്ലാവരും ചേർന്ന് ആ ക്യാമ്പിന് വരികയും ഒരാഴ്ച ആനുവൽ വെക്കേഷൻ്റെ അവധിയുടെ ആദ്യത്തെ ആഴ്ച പത്തനംതിട്ടയിലാണ് ജീവിതം. അതിൽ തന്നെ ഈ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനോട് എനിക്ക് വളരെയധികം ബന്ധമുണ്ട്. കാരണം അന്ന് ക്യാമ്പുകൾ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള മർത്തോമ സ്കൂളിൽ വെച്ചായിരുന്നു. ഇപ്പോഴാണ് അത് സുവിശേഷാലയത്തിൽ എല്ലാ വർഷവും നടക്കുന്നത്. അപ്പോൾ ഓരോ ഞായറാഴ്ചയും ഇവിടെ ആരാധന കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോകുമ്പോൾ ആ മർത്തോമ സ്കൂൾ കാണുമ്പോൾ ആ കുട്ടിക്കാലത്തെ ക്യാമ്പുകളുടെ ഓർമ്മയും അന്ന് അവിടെ ആത്മീയ ശുശ്രൂഷകൾ നിർവഹിച്ച ലീഡർമാർ, അതുപോലെ ഉദ്ഘാടന സമ്മേളനത്തിലും സമാപനത്തിലുമൊക്കെ സ്റ്റേജിലിരുന്ന പിതാക്കന്മാർ, അവരിൽ പലരും ഇന്ന് പ്രായമുള്ളവരായിട്ട് വിശ്രമിക്കുന്നു, പലരും ഇന്ന് നിത്യതയിൽ ആണ്. അന്നെൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ അവരും വളർന്ന ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഇവിടെയുള്ള ജസ്റ്റിൻ ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. അവരൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നു. അങ്ങനെ ആത്മീയമായി വലിയ ഓർമ്മ കുട്ടിക്കാലം മുതൽ ഈ പത്തനംതിട്ട ജില്ലയിലുള്ള ആത്മീയ ശുശ്രൂഷകൾ എനിക്ക് നൽകിക്കൊണ്ടിരുന്നു. മറ്റൊരു വലിയ ഓർമ്മ ഈ ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ അന്ന് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരുന്ന സുവിശേഷ റാലിയെക്കുറിച്ചാണ്. അന്ന് മർത്തോമ സ്കൂളിൽ നിന്ന് ഇറങ്ങി ജനറൽ ഹോസ്പിറ്റൽ ചുറ്റി ഗാന്ധി സ്ക്വയർ കടന്ന് താഴെ ഈ വഴിയിലൂടെ തിരിച്ച് മർത്തോമ സ്കൂളിലെത്തും. ഓരോ പ്രാവശ്യവും ഈ ടൗണിൽ വരുമ്പോൾ ആ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. 2006 നടന്ന SBS-ൻ്റെ ജനറൽ ക്യാമ്പ്, അതും ഇവിടെ റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അന്ന് അക്കോമഡേഷനൊക്കെ മർത്തോമ സ്കൂളിലായിരുന്നു. അവിടുത്തെ ക്ലാസ് മുറികളിൽ ബെഞ്ചും ഡെസ്കൊക്കെ അടുപ്പിച്ചിട്ട് കിടന്നതും, അന്ന് കുട്ടികളായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ വാച്ചൊന്നുമില്ല. ഒന്നാമത്തെ രാത്രിയിൽ ഈ സ്ഥലം മാറി കിടക്കുന്നത് കൊണ്ടും ബെഞ്ചിൻ്റെയും ഡെസ്കിൻ്റെയും മുകളിൽ പായിട്ട് മെത്തിയൊന്നുമില്ലാതെ കിടക്കുന്നത് കൊണ്ടും രാത്രി ഉറക്കം വരില്ല. അപ്പോൾ സമയം എന്തായെന്നറിയാനും ഒരു മാർഗവുമില്ല, ആരുടെയും കയ്യിൽ വാച്ചില്ല. ഒന്ന് കണ്ണടച്ച് എപ്പോഴോ ഉണരുമ്പോൾ നേരം വെളുത്തു എന്ന് വിചാരിച്ച് കുളിക്കാനായിട്ട് പോകുമ്പോഴാണ് ലീഡേഴ്സ് പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അപ്പോൾ അവർ പറയും, സമയം 1 മണി ആയിട്ടേ ഉള്ളൂ, രാത്രിയില്ല, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങുക. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ഓർമ്മകൾ മനസ്സിലേക്ക് വരികയാണ്. 2006 ജനറൽ ക്യാമ്പിന്റെ റാലി, അന്ന് ഏകദേശം 1000-ഓളം കുഞ്ഞുങ്ങൾ ആ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു.
ഈ പത്തനംതിട്ട ടൗണിനെ തന്നെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സുവിശേഷ റാലിയാണ് അന്ന് നടന്നത്. മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഈ വഴിയായി നടന്നു പോയതും ഞാൻ ഓർക്കുന്നു. പിന്നീട് ഞാൻ വളർന്ന് ശുശ്രൂഷ രംഗത്തേക്ക് പ്രവേശിക്കുന്ന സമയത്തും പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തനങ്ങൾ എനിക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 4 വർഷങ്ങളായി എല്ലാ ഞായറാഴ്ചയും രാവിലെ നടക്കുന്ന SBS പത്തനംതിട്ട സെന്ററിന്റെ ഓൺലൈൻ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുവാനായിട്ട് ദൈവം അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയും ഈ പ്രദേശത്തുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരം നൽകുന്നു. തന്നെയുമല്ല, പിന്നീട് ദൈവം കൂടുതൽ ശുശ്രൂഷകൾക്കായിട്ടുള്ള ഭാരം തന്നപ്പോൾ, വചനം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടായപ്പോൾ അതിനായിട്ട് ദൈവം എന്നെ കൊണ്ടുവന്നാക്കിയതും ഈ പത്തനംതിട്ട ജില്ലയിലാണ്. അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ ജില്ലയും ഇവിടെയുള്ള സ്ഥലം സഭകളും വിശ്വാസികളും ശുശ്രൂഷകന്മാരും ശുശ്രൂഷകളും ഒക്കെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ നൽകിയ വലിയ പങ്കിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള കടപ്പാട് വളരെ വലുതാണ്. ദൈവസന്നിധിയിൽ താണ് വിശ്വസ്തയോടുകൂടെ വരുന്ന ആളുകളിൽ ഇവിടെ നിന്ന് ലഭിച്ച ട്രെയിനിങ് അതിൻ്റെ ശുശ്രൂഷയിൽ, സുവിശേഷ വേലയിൽ, മിഷണറി ദൗത്യത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയെ വീണ്ടും ചോദിക്കുന്നു. അടുത്ത 2 വർഷം കൂടെ ഇവിടെ പഠനം തുടരേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപ വളരെ അത്യാവശ്യമാണ്. ആ കാര്യത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നിവിടെ ശുശ്രൂഷയ്ക്കായിട്ട് അവസരം ലഭിച്ചപ്പോൾ ഏത് ഭാഗം സംസാരിക്കണം എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ ദൈവം തന്ന വേദഭാഗം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. എപ്പിസൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സസ് 1 to 12. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നിന്ന് ഒരു പ്രത്യേക വിഷയത്തെ അധികരിച്ച് ആ വേദഭാഗത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ തയ്യാറാക്കിക്കൊണ്ടുവന്ന ആ വിഷയം എന്താണെന്ന് ഇതിനോടകം ഇവിടെ പ്രസ്താവിക്കപ്പെട്ട് കഴിഞ്ഞു. തൊട്ട് മുമ്പ് സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഉണ്ട്. ആ സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യത്തിലെ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ എക്സാമൊക്കെ പോസ്റ്റ്പോണായി, റിസൾട്ടൊക്കെ പോസ്റ്റ്പോണായി വരുന്ന സമയങ്ങളിൽ പേഷ്യൻസായിട്ട് നിൽക്കുവാൻ, ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കൃപ ലഭിക്കേണ്ടതിനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇതായിരുന്നല്ലോ ആ സഭാമധ്യേ പറഞ്ഞ പ്രാർത്ഥനാ വിഷയം. അതുതന്നെയാണ് ഇന്നത്തെ പ്രസംഗ വിഷയവും. ഹൗ ക്യാൻ വി ബി എൻഡ്യൂർ ഇൻ ലൈഫ്? നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെ ക്ഷമയോടെ, എങ്ങനെ പേഷ്യൻസായിട്ട്, എങ്ങനെ സ്ഥിരതയോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും? അതാണ് അനുവദിക്കപ്പെട്ട സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗമാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഹൗ ക്യാൻ വി ബി എൻഡ്യൂർ ഇൻ ലൈഫ്? ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. വ്യക്തി ജീവിതങ്ങളിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം ആദ്യം എടുത്ത ഒരു തീരുമാനമുണ്ട്. എന്തായിരുന്നു ആ തീരുമാനം? രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. പാപിയാണെന്ന ബോധ്യമുണ്ടായി. യേശു ക്രിസ്തു എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത് എന്നുള്ള വിശ്വാസം വചനത്തിന്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായപ്പോൾ നാം യേശു ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചു. യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. അന്ന് നാം ഒരു തീരുമാനമെടുത്തു: ഐ വിൽ ലീവ് ഫോർ ലോർഡ്. ഞാൻ എൻ്റെ കർത്താവിനായിട്ട് ജീവിക്കും. ആ ഒരു തീരുമാനത്തിൽ നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന അത്രയും നാൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് വരെ തുടരണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഭൗതികമായ മേഖലയിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണ്. നാം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാം. ഒരു പ്രത്യേക കോഴ്സിന് എനിക്ക് അഡ്മിഷൻ ലഭിക്കണം, അതിനുവേണ്ടി ഞാൻ പഠിക്കും. ഒരുപക്ഷെ 1-2 വർഷം എൻട്രൻസിന് വേണ്ടി മാറ്റിവെച്ച് ക്ഷമയോടെ അത് പഠിച്ച് എനിക്ക് ആ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കണം. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്.
അപ്പോൾ നമ്മളുടെ വ്യക്തി ജീവിതങ്ങളിൽ എല്ലാ മേഖലയിലും നാം സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, കുടുംബജീവിതത്തിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഒരുപക്ഷെ കുടുംബമായിട്ട് നാം ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ചില മിഷൻസ്, ചില മിനിസ്ട്രികൾ, അല്ലെങ്കിൽ കുടുംബമായിട്ട് കുടുംബത്തിന്റെ സുരക്ഷിതമായ നിലനിൽപ്പിന് വേണ്ടി നാം എടുക്കുന്ന തീരുമാനങ്ങൾ, ഒരുപക്ഷെ ഒരു വീട് പണിയുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് സെറ്റിലാവുക, ഫാമിലി ബജറ്റിംഗ്, ഫാമിലി പ്ലാനിങ്, ഇതൊക്കെയും സ്ഥിരമായിട്ടുള്ളതായിരിക്കണം, സ്ഥിരതയുള്ളതായിരിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇനി സഭയോടുള്ള ബന്ധത്തിലാണെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഒരു സ്ഥാനത്ത് ഒരു സഭാസാക്ഷ്യം നിലവിൽ വന്നാൽ കർത്താവിന്റെ വരവ് വരെ ആ ദേശത്ത് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആ സ്ഥലം സഭ തുടരണം. മാത്രമല്ല, ആ സഭയിലുള്ള വിശ്വാസികൾ സഭാപ്രവർത്തനോടുള്ള ബന്ധത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. അവരെല്ലാ മീറ്റിങ്ങുകളും കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കണം. പൂർണ്ണമായി ആ സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് അവിടെ പ്രസന്റ് ആയിരിക്കണം. ഒരുപക്ഷെ സ്ഥലം സഭ പുതിയൊരു സ്ഥലം തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ അവിടെ പ്രവർത്തനം തുടരണം. അങ്ങനെ നമ്മളുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും സഭാജീവിതത്തിലാണെങ്കിലും ഒക്കെ നാം സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദാറ്റ്സ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്സ്പെക്ടേഷൻസ് ഓഫ് ഗോഡ് ഫ്രം അസ്. എന്നാൽ ഒരു കാര്യം, അതിലൊരു മറുവശം കൂടെ പറഞ്ഞിട്ട് ഈ വേദഭാഗത്തേക്ക് കടന്നു വരാം. ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു ജീവിത രീതിയിലാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ വിട്ട് മടങ്ങി വരാനായിട്ടുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. നാം സ്ഥിരതയുള്ളവരായിരിക്കണം എല്ലാ മേഖലയിലും. വി ഹാവ് ടു ബി എൻഡ്യൂർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നാം ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന വഴിത്താര ദൈവത്തിന് ഹിതകരമല്ലാത്തതാണെങ്കിൽ അവിടെ നാം സ്ഥിരമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കി അവിടെ നിന്ന് മടങ്ങി ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ജീവിത രീതി, ജീവിതപാത ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവിടേക്ക് മടങ്ങി വരാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഇന്ന് ഈ വേദഭാഗത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് 3 കാര്യങ്ങളാണ് നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വിഷയം ഹൗ ക്യാൻ വി ബി എൻഡ്യൂർ ഇൻ ലൈഫ്, എങ്ങനെ നമുക്ക് ജീവിതത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കാം. അതിൽ ഇത് സംസാരിക്കാൻ പോകുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരുന്നത്? വാട്ട് ഈസ് ദ കോസ് ഓഫ് എൻഡ്യൂറൻസ് ഇൻ ലൈഫ്? എന്തിനാലാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകുന്നത്? 2, അങ്ങനെ നാം സ്ഥിരതയുള്ളവരായി തീരുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? വാട്ട് ഷുഡ് ബി ദ എഫക്റ്റ് ഓർ റിസൾട്ട് ഓഫ് എൻഡ്യൂറൻസ് ഇൻ അവർ ലൈഫ്? 3, അങ്ങനെ നാം സ്ഥിരതയുള്ളവരായി തീരണമെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരതയുള്ളവരായി മുന്നോട്ട് പോകണമെങ്കിൽ we have some challenges in our life. ചില വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് സ്ഥിരതയോടെ നാം മുന്നോട്ട് പോകുന്നതിന്. അതും എന്താണ് എന്ന് ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ നാം ചിന്തിക്കാം. 1, കോസ് ഓഫ് എൻഡ്യൂറൻസ്, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരുന്നത്? 2, എഫക്ട് ഓർ റിസൾട്ട് ഓഫ് എൻഡ്യൂറൻസ്, ആ സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഫലം എന്താണ്? 3, ചാലഞ്ചസ് ടു എൻഡ്യൂറൻസ്, സ്ഥിരതയ്ക്കുള്ള വെല്ലുവിളികൾ. സ്ഥിരമായിട്ട് ഈ ലോകത്തിൽ സ്ഥിരതയുള്ളവരായി ജീവിക്കുന്നതിന് നമുക്കുള്ള വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം, എന്താണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരുന്നത്? വാട്ട് ബ്രിങ്സ് എൻഡ്യൂറൻസ് ഇൻ അവർ ലൈഫ്? എങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കാം? നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കാമോ? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അശേഷം സന്തോഷം എന്ന് എണ്ണുകയും. അതെ, ഈ 2 വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ദ കോസ് ഓഫ് എൻഡ്യൂറൻസ്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരുന്നത്? 2 വാക്യങ്ങളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിന്റെ പരിശോധന, ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ പരിശോധനയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരുന്നത്. ദൈവമക്കളായിട്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരും. ഇവിടെ യാക്കോബ് ഈ ലേഖനം എഴുതുന്നത് ആർക്കാണ് എന്ന് 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും.
ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും. 1-ാം നൂറ്റാണ്ടിൽ ശൗലിന്റെ പീഡനം മൂലം, പിന്നീട് പൗലോസ് എന്ന പേരിൽ അറിയപ്പെട്ട ശൗലിന്റെ പീഡനം മൂലം ഇസ്രായേൽ മക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടു. അങ്ങനെ ചിതറിപ്പാർക്കുന്ന പ്രത്യേകിച്ച് ജൂയിഷ് ക്രിസ്ത്യൻസ്, യഹൂദ ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കാണ് യാക്കോബ് ഈ ലേഖനം എഴുതുന്നത്. അങ്ങനെ യെരുശലേം വിട്ട്, അതായത് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തു കൊടുത്ത അവരുടെ സ്വന്തം ദേശം ഒക്കെ വിട്ട് മറ്റ് ദേശത്ത് അവർ ചിതറിപ്പാർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. They were having lots of trials in their life. അവരുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതവും വ്യത്യസ്തമല്ല. രക്ഷിക്കപ്പെട്ട് ഒരുപക്ഷെ 10 വർഷമായവർ, 20 വർഷമായവർ, 50 വർഷമായവർ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ രക്ഷിക്കപ്പെട്ട സമയം മുതൽ എത്രയോ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായി. ലോകത്തിലുള്ള ആളുകൾക്കും പ്രശ്നമുണ്ട്, അവരുടെ ജീവിതത്തിലും പ്രതിസന്ധികളുണ്ട്. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും യാക്കോബ് ഒരു പ്രത്യേക വാക്ക് കൊടുത്ത് ഇവിടെ വിവരിച്ചിരിക്കുകയാണ്. ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പരിശോധന. അപ്പോൾ ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദൈവമക്കളെ നശിപ്പിക്കാൻ വേണ്ടിയോ പ്രയാസപ്പെടുത്താൻ വേണ്ടിയോ ഉള്ളതല്ല. അത് അവരുടെ വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ദൈവത്തിൽ അവർ അർപ്പിച്ച വിശ്വാസത്തിന്റെ, ദൈവത്തിൽ അവർ ഊട്ടി ഉറപ്പിച്ച വിശ്വാസം പരിശോധിക്കപ്പെടുന്ന മേഖലകളാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും. അങ്ങനെ ആ പ്രയാസത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നുപോയി ആ വിശ്വാസം യഥാർത്ഥത്തിലുള്ള വിശ്വാസമാണ് എന്ന് ദൈവത്തിൽ നിന്ന് അപ്രൂവ് ചെയ്യപ്പെടേണ്ടത് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലെ ആവശ്യമാണ്. ഇവിടെ വിശ്വാസത്തിന്റെ പരിശോധന എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്ക് തന്നെയാണ് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലും വിശ്വാസത്തിന്റെ പരിശോധന എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത്. 1 പത്രോസ് 1-ന്റെ 7-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അതെ, അപ്പോൾ അവിടെ വിശ്വാസത്തിന്റെ പരിശോധന എന്നുള്ളതിനും യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ട വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കും ഉപയോഗിച്ചിരിക്കുന്ന വാക്കൊന്ന് തന്നെയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണല്ലോ: പൊന്ന് തീയിൽ ശോധന കഴിക്കപ്പെടുന്നു. അതാണ് പത്രോസ് വിശ്വാസത്തിന്റെ പരിശോധന എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ വിശദീകരണം. പൊന്ന് തീയിൽ ശോധന കഴിക്കപ്പെടുന്നു. പൊന്ന് തീയിൽ ശോധന കഴിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ തീയിലൂടെ കടന്നുപോയാൽ എന്താ സംഭവിക്കുക? ആ പൊന്ന് കത്തി ഇല്ലാതാകുന്നില്ല, ആ പൊന്ന് നശിച്ചു പോകുന്നില്ല. മറിച്ച് തീയിലൂടെ കടന്ന് ആ പൊന്ന് പുറത്തു വരുമ്പോൾ അത് കൂടുതൽ ശോഭയുള്ളതായി മാറുന്നു. മാത്രമല്ല, ആ പൊന്നുകൊണ്ടുണ്ടാക്കിയ ആഭരണത്തിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് വെളിയിൽ വരുന്നു, അത് വെളിപ്പെട്ടു വരുന്നു. അതിനനുസരിച്ച് ആ സ്വർണ്ണപ്പണിക്കാരന് ആ പൊന്നിനെ വീണ്ടും മനോഹരമായി, പ്രയോജനമുള്ളതായി, ആകർഷണമുള്ളതായി മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധന എന്നുള്ളത് ദൈവമക്കളെ നശിപ്പിക്കുവാനോ തകർത്തി കളയുവാനോ ഉള്ളതല്ല, മറിച്ച് അത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ദൈവമക്കളുടെ ജീവിതത്തിലെ ട്രയൽസ്, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അത് വിശ്വാസം പരിശോധിക്കപ്പെടുന്നതാണ്. എന്തിനു വേണ്ടി? ഒരു പൊന്ന് തീയിലൂടെ കടന്നുപോയി അത് വീണ്ടും കൂടുതൽ തിളക്കവും ആകർഷണീയതയും ഉള്ളതായി പുറത്തു വരുന്നത് പോലെ ഒരു ദൈവപൈതലിന്റെ വിശ്വാസം അത് അപ്രൂവ് ചെയ്യപ്പെട്ട് വരുന്ന ആളുകളിൽ കൂടുതലായി ആ വ്യക്തി കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ വേണ്ടിയാണ്. ഈ ഒരു വലിയ തിരിച്ചറിവാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. If we want endurance in our life, നമ്മളുടെ ജീവിതത്തിൽ സ്ഥിരത വേണം എന്നുണ്ടെങ്കിൽ ആ സ്ഥിരതയ്ക്ക് ഒരു കാരണം ഉണ്ടായിരിക്കണം. ആ സ്ഥിരത നമുക്ക് തരുന്ന ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പരിശോധന എന്നുള്ളതാണ്. ടെസ്റ്റിംഗ് ഓഫ് അവർ ഫെയ്ത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇനിയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അല്ല, ഈ നാളുകളിൽ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, വചനത്തിലൂടെ നമുക്ക് ആശ്വസിക്കുവാനും സന്തോഷിക്കുവാനും വകയുണ്ട്. കാരണം ആ വിശ്വാസത്തിന്റെ പരിശോധന നമ്മിൽ സ്ഥിരത ഉളവാക്കുന്നു.
മറ്റു 1-2 ട്രാൻസ്ലേഷൻസിൽ ഞാൻ ഈ വാക്യം പരിശോധിച്ചപ്പോൾ അല്പം കൂടി അത് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. അത് മോഡേൺ ഇംഗ്ലീഷിൽ, കണ്ടംപററി ഇംഗ്ലീഷിലാണ് ആ ട്രാൻസ്ലേഷൻ പോയിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് അല്പം കൂടി നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടും എന്ന് ഞാൻ വിചാരിക്കുക. ലിവിംഗ് ബൈബിൾ ട്രാൻസ്ലേഷനിൽ ഇപ്പോൾ വായിച്ച വാക്യത്തിന്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: ഡിയർ ബ്രദേഴ്സ്, ഈസ് യുവർ ലൈഫ് ഫുൾ ഓഫ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ടെംപ്ടേഷൻസ്? Then be happy, for when the way is rough, your patience has a chance to grow. So let it grow, and don't try to squirm out of your problems. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടോ? വിഷമിക്കേണ്ട, സന്തോഷിക്കുക. കാരണം ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മിൽ സ്ഥിരത ഉളവാക്കുന്നതിന് നമ്മെ സഹായിക്കും. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? സോ ലെറ്റ് ഇറ്റ് ഗ്രോ. ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വളരട്ടെ. ആൻഡ് ഡോണ്ട് ട്രൈ ടു സ്ക്വയർ. ആ സ്ക്വയർ എന്നുള്ള വാക്കിന്റെ അർത്ഥം നോക്കിയപ്പോൾ ഒരു കൗതുകം എൻ്റെ മനസ്സിൽ വന്നു. സ്ക്വയർ എന്നുള്ള വാക്കിന്റെ അർത്ഥം പിണങ്ങുക എന്നാണ്. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ജീവിതത്തിലെ പ്രയാസങ്ങളോടും പ്രതിസന്ധികളോടും നമ്മൾ പിണങ്ങേണ്ട ആവശ്യമില്ല. ട്രൈ ടു ബി ഫ്രണ്ട് വിത്ത് അവർ ട്രയൽസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളോടൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദം സ്ഥാപിക്കുക. അതിനോട് പിണങ്ങേണ്ട ആവശ്യമില്ല. കാരണം ദൈവമാണ് കടത്തിവിടുന്നത്. എന്തിനു വേണ്ടിയാണ് കടത്തിവിട്ടേക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയുണ്ടാകുവാൻ, വിശ്വാസ ജീവിതത്തിൽ മടുത്തു പോകാതിരിക്കുവാൻ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ തകർന്നു പോകാതിരിക്കുവാൻ. മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് ആ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള വാക്ക് അല്പം കൂടി കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. When all kinds of trials and temptations crowd into your lives, my brothers, don't resent them as intruders, but welcome them as friends. Realize that they come to test your faith and to produce in you the quality of endurance. But let the process go on until that endurance is fully developed. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കേണ്ട. ട്രൈ ടു അണ്ടർഗോ ദി ട്രയൽസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്. ട്രൈ ടു മേക്ക് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദാറ്റ് ഡിഫിക്കൽട്ടീസ്, ബിക്കോസ് ഇറ്റ് വിൽ ഡെവലപ്പ് എൻഡ്യൂറൻസ്, ഇറ്റ് വിൽ ഡെവലപ്പ് പേഷ്യൻസ് ഇൻ അവർ ലൈഫ്. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു വിദേശ രാജ്യത്ത് കടൽ നിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമുണ്ടായിരുന്നു. അപ്പോൾ ഈ വേലിയേറ്റത്തിൻ്റെ ഒക്കെ സമയത്ത് കടൽ നിരപ്പ് ഈ കരയുടെ നിരപ്പിനേക്കാൾ ഉയരും. അപ്പോൾ ഈ കരയിലേക്ക് വെള്ളം കയറും. അപ്പോൾ അവിടെ വെള്ളം കയറാതിരിക്കാനായിട്ട് ഗവൺമെന്റ് ഒരു കടൽ ഭിത്തി നിർമ്മിച്ചു നൽകി. അപ്പോൾ ആ ഭിത്തിക്കപ്പുറം ഈ വെള്ളം നിന്നോളും, ഈ കരയിലേക്ക് അത് കയറുകയില്ല. എന്നാൽ ഒരു സന്ധ്യാസമയത്ത് ഒരു ബാലൻ അതുവഴിയായിട്ട് നടന്നു വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ മതിലിൽ ഒരു ചെറിയ വിള്ളല്, ഒരു സുഷിരം വീണിരിക്കുന്നു. ആ സുഷിരത്തിലൂടെ വെള്ളം ഈ കരയിലേക്ക് ഇറ്റിറ്റായിട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവന് മനസ്സിലായി, ഇത് അപകടമാണ്. ഈ സുഷിരം അടച്ചില്ലെങ്കിൽ അത് വലുതാകും, കൂടുതൽ വെള്ളം അകത്തേക്ക് കയറും, ഈ മതിൽ തകരും. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ മതിൽ തകർന്നാൽ ആ ഗ്രാമം മുഴുവൻ വെള്ളം കയറി നശിച്ചു പോകും. എന്നാൽ അവനൊരു കാര്യം പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് വന്നു. ആ സുഷിരത്തിന്റെ വലിപ്പമുള്ള ഏതെങ്കിലും കട്ടിയുള്ള ഒരു വസ്തു എടുത്തു വെച്ച് അത് അടച്ചാൽ ആ വെള്ളം വരവ് നിന്നോളും, ആ മതില് സുരക്ഷിതമായിട്ട് അവിടെ നിന്നോളും. ആ കാര്യവും അവർ മനസ്സിലായി. പക്ഷെ അവൻ അവിടെ ഒന്നും നോക്കിയിട്ടും കൃത്യമായിട്ട് ഈ സുഷിരത്തിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന കട്ടിയുള്ള ഒരു വസ്തുവും അവൻ കണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്താ ചെയ്യേണ്ടേ? ഞാനിത് കണ്ടില്ലേ, ഞാനിത് അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മാറിപ്പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ പെട്ടെന്ന് ഇവന്റെ മനസ്സിലേക്ക് ഒരു ആശയം വന്നു. അവൻ നോക്കിയപ്പോൾ അവന്റെ കയ്യിലെ ഒരു വിരല് കൃത്യമായിട്ട് ഈ സുഷിരത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കാൻ പാകത്തിനുള്ള വിരലാണ്. അവന്റെ ശരീരത്തിന്റെ വിരലിന്റെ വലിപ്പം കൃത്യമായിട്ട് ആ സുഷിരത്തിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ളതാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവന്റെ ആ വിരല് ആ സുഷിരത്തിന്റെ ഉള്ളിലേക്കിട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങി. ആരെങ്കിലും വരുന്നതും കാത്ത്, ആരെങ്കിലും വന്നാൽ അവരോട് ഈ കാര്യം പറഞ്ഞിട്ട് പരിഹാരം ഉണ്ടാക്കാം, അവന് സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലേക്ക് പോകാം. ഇതായിരുന്നു അവന്റെ ചിന്ത. പക്ഷെ അന്ന് രാത്രിയിൽ ആരും ആ വഴിക്ക് വന്നില്ല. രാത്രി മുഴുവൻ വളരെ ക്ഷമയോടുകൂടെ അവൻ ആ വിരലും ആ സുഷിരത്തിന്റെ ഉള്ളിലിട്ട് ഇരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ചില ആളുകളൊക്കെ വന്നു. അവർ ഇവനെ കണ്ടു, എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം. അവന് എല്ലാം വിവരിച്ചു കൊടുത്തു.
അവർ പിന്നെ മറ്റ് മെയിൻ്റനൻസ് മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് വന്ന് ആ സുഷിരം അടച്ച് അത് ഉറപ്പിച്ചു. എങ്ങനെയാ അവന് ആ രാത്രി മുഴുവൻ ക്ഷമയോടുകൂടെ അവിടെ ഇരിക്കാനായിട്ട് പറ്റിയത്? ബിക്കോസ് he allowed himself to involve with that problem. ആ പ്രശ്നവുമായിട്ട് ഇൻവോൾവ് ആകാൻ അവൻ തയ്യാറായി. അതുകൊണ്ട് അവന് ക്ഷമയോടുകൂടെ രാത്രി മുഴുവൻ അവിടെ ഇരിക്കുവാനും വെള്ളം കയറി ആ ഗ്രാമം മുഴുവൻ നശിക്കുന്നത് തടയുവാനും അവന് കഴിഞ്ഞു. ഒരുപക്ഷെ അത് കണ്ടില്ല എന്ന് നടിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് അവൻ ഒളിച്ചോടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു രാത്രി കൊണ്ട് ആ ഗ്രാമം മുഴുവനും നശിച്ചു പോയേനെ. എന്നാൽ അവൻ ആ പ്രശ്നവുമായിട്ട് ഇൻവോൾവ് ആകാൻ ശ്രമിച്ചത് കൊണ്ട് അവന് രാത്രി മുഴുവൻ പേഷ്യൻസോടെ അവിടെ ഇരിക്കാനും പറ്റി, ആ ഗ്രാമത്തെ മുഴുവൻ അവന് രക്ഷിക്കാനും പറ്റി. That's God's expectation from our life. അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ വിട്ട് ഓടുന്നവരായിട്ടല്ല, ഗെറ്റ് എൻകൗണ്ടർ വിത്ത് ദാറ്റ്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, അതുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുക, അതിലൂടെ കടന്നു പോകാനായിട്ട് ഹൃദയം കൊണ്ട് ഒരുങ്ങുക. കാരണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, കോസ് ഓഫ് എൻഡ്യൂറൻസ്, ഇറ്റ്സ് ടെസ്റ്റിംഗ് ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ പരിശോധന ആണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇനിയും ആ വിശ്വാസത്തിന്റെ പരിശോധനകളോട് ശത്രുതാ മനോഭാവത്തോടുകൂടെ ഇടപെടേണ്ട ആവശ്യമില്ല. ട്രൈ ടു ബി ഇൻ ഗുഡ് റിലേഷൻഷിപ്പ്, ട്രൈ ടു ബി ഇൻ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ടെസ്റ്റിംഗ് യുവർ ഫെയ്ത്ത്, ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് എൻഡ്യൂറൻസ് ഇൻ അവർ ലൈഫ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം, എഫക്റ്റ് ഓർ റിസൾട്ട് ഓഫ് എൻഡ്യൂറൻസ്. അങ്ങനെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നുപോയി ദൈവം നമുക്ക് സ്ഥിരത നൽകി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ സ്ഥിരത ലഭിച്ചു. അങ്ങനെ സ്ഥിരത ഉണ്ടായി കഴിയുമ്പോൾ എന്താണ് നമുക്കുള്ള ഗുണം? എന്താണ് ദൈവം നമുക്ക് തരാൻ പോകുന്ന റിസൾട്ട്? അങ്ങനെ നമ്മളെ സ്ഥിരതയുള്ളവരാക്കി മാറ്റിയിട്ട് ദൈവത്തിന് എന്താ അതിലൂടെ, വാട്ട്സ് ഗോഡ്സ് പർപ്പസ് ബിഹൈൻഡ് ദാറ്റ്? നമുക്ക് അടുത്ത ഒരു വാക്യം വായിക്കാം, 4-ാമത്തെ വാക്യം 4. അതാണ് സ്ഥിരതയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകും. യു വിൽ ബി പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ്, ലാക്കിംഗ് ഇൻ നത്തിങ്. ഒന്നിലും കുറവില്ലാതെ നിങ്ങൾ സമ്പൂർണരായി മാറും. ഒരുപക്ഷെ ഈ വാക്യം നമ്മൾ ഭൗതികമായ കാര്യങ്ങളോടൊക്കെ ചേർത്ത് ബന്ധപ്പെടുത്തി സ്വയം ധൈര്യപ്പെടാറുണ്ട്. എൻഡ്യൂറൻസ് ആയിട്ട് നിന്നാൽ, സ്ഥിരതയോടെ നിന്നാൽ ജീവിതത്തിൽ ഒന്നിലും കുറവില്ലാതെ ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് മുന്നോട്ട് നടത്തും. അങ്ങനെ നടത്താൻ ദൈവം മതിയായവനാണ്. എന്നാൽ ഈ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾ അവർ കടന്നു പോകുന്ന വിശ്വാസത്തിന്റെ പരിശോധനയാണ്. അപ്പോൾ അതിനോട് ചേർത്ത് ഞാനിങ്ങനെ പറയട്ടെ, അങ്ങനെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നുപോയി നമ്മളുടെ ജീവിതത്തിൽ സ്ഥിരതയുണ്ടായി കഴിയുമ്പോൾ ദൈവം നമ്മളെ ചില മേഖലകളിൽ തികഞ്ഞവരും സമ്പൂർണരും ആക്കി മാറ്റും. അതിന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മറ്റ് 1-2 ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്ന ആ വാക്കുകൾ കൂടെ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ലിവിംഗ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: യു വിൽ ബി റെഡി ഫോർ എനിത്തിങ്, strong in character, full and complete. You will be ready for anything, strong in character, full and complete. ഇതാണ് ഒന്നാമത്തെ ഗുണം നമുക്ക് സ്ഥിരത ഉണ്ടാവുന്നതിലൂടെ. അവിടെ നമ്മൾ വായിച്ചു, യു വിൽ ബി റെഡി ഫോർ എനിത്തിങ്. നിങ്ങൾക്ക് എന്തും ചെയ്യാനായിട്ട് പറ്റും. യു വിൽ ബി സ്ട്രോങ് ഇൻ യുവർ ക്യാരക്ടർ. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ യു വിൽ ബി സ്ട്രെങ്തൻഡ്. നിങ്ങൾ ആരോഗ്യമുള്ളവരായിട്ട് മാറും എന്ന് വിചാരിച്ച് നമുക്ക് പിന്നെ മനസ്സിൽ തോന്നുന്നതെല്ലാം ചെയ്യാം എന്നല്ല. അങ്ങനെ സ്ഥിരതയുള്ളവരായി നാം തീർന്നാൽ പിന്നീട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മനസ്സെന്ത് പറയുന്നോ അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നോ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം എന്നല്ല. പിന്നെന്താ അതിന്റെ അർത്ഥം? ഒരു വാചകം കൂടി ഞാൻ ഇങ്ങനെ ചേർത്ത് വായിക്കട്ടെ: ഫോർ ഡൂയിങ് വാട്ട് ഗോഡ് വാണ്ട്സ് us to do. ദൈവത്തിന് നമ്മളെ കൊണ്ട് ഈ ഭൂമിയിൽ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുന്നതിന്
God will make us ready and God will make us strong in character. നമ്മുടെ ഇഷ്ടം ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയല്ല ഈ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ ദൈവം നമ്മളെ കടത്തിവിട്ട് നമ്മളെ സ്ഥിരതയുള്ളവരാക്കി മാറ്റുന്നത്. ഇറ്റ് ഈസ് ടു ഡു ഗോഡ്സ് വിൽ. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഹിതം അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഈ ലോകത്തിൽ നിവർത്തിക്കാനായിട്ടുള്ള ശക്തി, ആ ശക്തിയിൽ നമ്മളെ സമ്പൂർണരും നമ്മളെ തികഞ്ഞവരും ആക്കി ദൈവം മാറ്റും. അതാണ് വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നുപോയി നാം സ്ഥിരതയുള്ളവരായി തീരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. മറ്റൊരു ട്രാൻസ്ലേഷനിലെ വാചകം കൂടി ഇങ്ങനെ വായിക്കാം: യു വിൽ ഫൈൻഡ് യു ഹാവ് ബിക്കം men of mature character, men of integrity, no weak spots. വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അത് സ്ഥിരതയുളവാക്കുന്നു. അങ്ങനെ സ്ഥിരതയുളവായി കഴിയുമ്പോൾ ആ സ്ഥിരതയ്ക്കുള്ള ഫലം, ആ സ്ഥിരത നമ്മെ എല്ലാറ്റിലും തികഞ്ഞവരാക്കി മാറ്റും, എല്ലാറ്റിലും സമ്പൂർണരാക്കി മാറ്റും. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നമ്മിലൂടെ നിവർത്തിക്കുവാൻ. ദൈവത്തിന്റെ പർപ്പസ് അത് നമ്മളെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായിരിക്കാം. ഒരുപക്ഷെ മിനിസ്ട്രിയിലായിരിക്കാം, ഒരുപക്ഷെ ഒരു സപ്പോർട്ടിംഗ് റോളായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരുപക്ഷെ മുൻപന്തിൽ നിന്ന് ശുശ്രൂഷിക്കാനായിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥനയിൽ പിൻബലം നൽകാനായിരിക്കാം, വാട്ട് എവർ മേ ബി. അത് ചെയ്യാനായിട്ടുള്ള പൂർണ്ണ ശക്തി, അത് ചെയ്യാനായിട്ടുള്ള പൂർണ്ണ യോഗ്യത ദൈവം നമുക്ക് ആ സ്ഥിരതയിലൂടെ നൽകും. വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പല ഭാഗത്തു നിന്ന് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിരുത്സാഹത്തിന്റെ വാക്കുകളും ഒക്കെ വരുമ്പോൾ തളരാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക? ഈ സ്ഥിരത നമുക്ക് നൽകിയ സമ്പൂർണത, ഈ സ്ഥിരത നമുക്ക് നൽകുന്ന പെർഫെക്റ്റ്നെസ്, കംപ്ലീറ്റ്നെസ്, അതാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഇങ്ങനെ പറയാം. BBAയിൽ വരുന്നതിന് മുമ്പ് ഞാൻ MCOM പഠന ശേഷം ഏകദേശം 1.5 വർഷം എറണാകുളത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ പാഷൻ ടീച്ചിങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്തത്. എന്നാൽ ആ ജോലിയിൽ മുന്നോട്ട് പോയ സമയത്ത് വളരെ വലിയ പ്രതിസന്ധി ഉണ്ടായി. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കോവിഡ് കഴിഞ്ഞ സമയത്താണ് ഞാൻ അവിടെ ജോലിക്കായിട്ട് ജോയിൻ ചെയ്യുന്നത്. 2021 ജോയിൻ ചെയ്തൊരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് ഒമിക്രോൺ എന്ന് പറയുന്ന കോവിഡിന്റെ മറ്റൊരു തരംഗം എല്ലായിടത്തും ഉണ്ടായത്. നമുക്കറിയാം, ഒമിക്രോൺ മിക്കവാറും എല്ലാവരെയും തന്നെ ബാധിച്ചു. പക്ഷേ ആദ്യത്തെ തരംഗത്തോളം അത്ര സിവിയർ ആയിരുന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരെയും അത് ബാധിച്ചു. അപ്പോൾ ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്നു, പഠിപ്പിക്കുകയാണ്. എൻ്റെ കൂടെ മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്. ഓരോ ദിവസവും ഓരോ ഫാക്കൽറ്റി മെമ്പേഴ്സിനും ഒമിക്രോൺ ബാധിച്ചുകൊണ്ടിരുന്നു. വൈകിട്ട് നാളെ കാണാം എന്ന് പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡിൽ തന്ന് പോകുന്നവർ രാത്രി ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, ടെസ്റ്റഡ് പോസിറ്റീവ് വിത്ത് ഒമിക്രോൺ, ടുമോറോ ഐ വിൽ ബി ഓൺ ലീവ്. ദൈവം സഹായിച്ചിട്ടാണോ സഹായിക്കാതെയാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഒമിക്രോൺ വന്നില്ല. പക്ഷെ അതുകൊണ്ടുണ്ടായ പ്രശ്നം, അവിടെയുള്ള എല്ലാ ബാച്ചസിനെയും ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു. അവിടെ മോർണിംഗ് ബാച്ച് ഉണ്ട്, ഡേ ബാച്ച് ഉണ്ട്, ഈവനിങ് ബാച്ച് ഉണ്ട്, നൈറ്റ് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. പല ആഴ്ചകൾ രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി 10:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് 15-16 മണിക്കൂർ ക്ലാസ് എടുക്കേണ്ടി വന്നു. വൈകിട്ട് മുട്ടയും നീന്തി ആ റൂമിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഓർത്തു, വൈ ദിസ് ട്രയൽ? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ വന്ന ഒരു ജോലിക്കകത്ത് എനിക്കത് വിട്ടിട്ട് പോരാനും പറ്റില്ല. കാരണം ഒന്ന്, എൻ്റെ പാഷനാണ്. 2, കോവിഡൊക്കെ ആയി എല്ലായിടത്തും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ദൈവം തന്നൊരു ജോലിയാണ്, അങ്ങനെ ഇട്ടു പോകാനും പറ്റില്ല. ഞാനിവിടെ എന്തായാലും കണ്ടിന്യൂ ചെയ്യുമെന്ന് തീരുമാനിച്ചു. ബട്ട് ഇറ്റ് വാസ് സംതിങ് മോർ ദാറ്റ് ഐ കുഡ് ഹാൻഡിൽ. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു ആ ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത്. പക്ഷേ പ്രാർത്ഥിച്ചു. എനിക്ക് അതിനിടയ്ക്ക് പല ആത്മീയ ശുശ്രൂഷകളും ചെയ്യണമായിരുന്നു ഓൺലൈനിൽ കൂടെ. അതും ചെയ്യാനായിട്ട് ദൈവം കൃപ നൽകി. അങ്ങനെ ഐ എൻഡ്യൂർഡ് ഫോർ 1.5 years there. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു ഐ വിൽ റിസൈൻ. അപ്പോഴാണ് കൂടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളി ഉണ്ടാവുകയും വചന പഠനത്തിനായിട്ട് ഇവിടെ കടന്നു വരികയും ചെയ്തത്. പക്ഷെ ഇവിടെ കടന്നു വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അന്ന് എനിക്ക് ദൈവം തന്ന ആ ടൈറ്റ് ഷെഡ്യൂൾ അതെന്നെ ഇവിടെ BBAയിൽ എൻഡ്യൂർ ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആയിരുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഷെഡ്യൂളും അതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ രാത്രി 10:30 വരെ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. ക്ലാസ്സസ്, ലൈബ്രറി, അതിനിടയ്ക്ക് അസൈൻമെന്റ്, ചാപ്പൽ. ഒരുപക്ഷെ വീട്ടിലെ ആ കംഫർട്ട് സോണിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ
എനിക്കറിയില്ല എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ. ഇടയ്ക്ക് ഫ്രസ്ട്രേഷൻസ് തോന്നും. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നു, വീട്ടിലെ കംഫർട്ട് സോണിൽ നേരിട്ട് വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഷെഡ്യൂളിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇവിടെ ഓരോ പ്രാവശ്യവും ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഞാൻ ദൈവത്തോട് പറയും, ലോർഡ്, ഹൗ ക്യാൻ ഐ ഹാൻഡിൽ ദിസ്, ഹൗ ക്യാൻ ഐ എൻഡ്യൂർ ഹിയർ. അപ്പോൾ ദൈവം പറയും, എടാ ബെന്നെ, എറണാകുളത്ത് 1.5 വർഷം ആ ടൈറ്റ് ഷെഡ്യൂളിൽ ലോകത്തിന് വേണ്ടി നിനക്ക് പണിയെടുക്കാമെങ്കിൽ വൈ കാൻറ്റ് യു ബി ഹിയർ ഇൻ ദിസ് ടൈറ്റ് ഷെഡ്യൂൾ? ഈ ഒരു ഷെഡ്യൂളിൽ നിനക്ക് എന്തുകൊണ്ട് ഇവിടെ നിന്നുകൂടാ? അതാണ് പലപ്പോഴും എന്നെ ധൈര്യപ്പെടുത്തിയത്. അന്ന് എനിക്കറിയില്ലായിരുന്നു എന്തിനായിരുന്നു അത്ര ടൈറ്റ് ഷെഡ്യൂളും. പക്ഷെ ഇന്ന് എനിക്കറിയാം, അത് വിശ്വാസത്തിന്റെ ഒരു പരിശോധനയായിരുന്നു. ആ പരിശോധനയിലൂടെ ദൈവം എനിക്ക് നൽകിയ എൻഡ്യൂറൻസ് ആണ് ഇന്നിവിടെ സ്റ്റേ ബാക്ക് ചെയ്യാനായിട്ട് ദൈവം എന്നെ സഹായിക്കുന്നത്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇവിടെ എനിക്ക് ലഭിക്കുന്ന എൻഡ്യൂറൻസ് അത് ഫ്യൂച്ചറിൽ മിനിസ്ട്രിയിൽ ദൈവം എവിടെയാക്കി വെക്കുന്നോ, മേ ബി ഇൻ കേരള, മേ ബി ഇൻ നോർത്ത് ഇന്ത്യ, ഒരുപക്ഷെ ഒരു ഗ്രാമത്തിലായിരിക്കാം, അവിടെ എൻഡ്യൂർ ചെയ്യാനായിട്ട് ദൈവം എന്നെ സഹായിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റിയാൽ, അപ്പോഴും 2 വർഷം എന്റെ മുമ്പിലുണ്ട്, അത് എൻഡ്യൂർ ചെയ്യാൻ പറ്റണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. ബട്ട് സ്റ്റിൽ ഇഫ് വി ഓൾ ബിഗിൻ ടു തിങ്ക് ലൈക്ക് ദിസ്, നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും വിശ്വാസത്തിന്റെ പരിശോധനയായി കണ്ട് അതെന്റെ ജീവിതത്തിൽ എൻഡ്യൂറൻസ് തരുന്നു. ആ എൻഡ്യൂറൻസ് ജീവിതത്തിൽ അടുത്ത ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നതിന്, അല്ലെങ്കിൽ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അടുത്ത ഒരു മേഖലയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതിന്, മടുത്ത് കിട്ടിയാതെ പിന്മാറിപ്പോകാതെ, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, മനസ്സ് മടുക്കുമ്പോൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കാതിരിക്കുമ്പോൾ വിട്ടു പിന്മാറി ഓടിപ്പോകാതെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുവാൻ നമ്മെ സഹായിക്കും. ഈ ഒരു ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസാനമായി 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, കോസ് ഓഫ് എൻഡ്യൂറൻസ്, വിശ്വാസത്തിന്റെ പരിശോധന. 2, റിസൾട്ട് ഓഫ് എൻഡ്യൂറൻസ്, സ്ഥിരത നമുക്ക് നൽകുന്ന ഗുണം ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിൽ നമ്മളെ സമ്പൂർണ്ണരാക്കി മാറ്റുന്നു, പെർഫെക്റ്റ് ആക്കി മാറ്റുന്നു. ഇറ്റ് വിൽ സ്ട്രെങ്തൻ us in our character to do what God wants us to do in this life. 3, അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പല വെല്ലുവിളികളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധന ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ ഈ സ്ഥിരത അങ്ങോട്ട് ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെയും എടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ തുടരാൻ സാധിക്കുന്നില്ല, വിട്ടുപോവുക, മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളിൽ പിന്മാറിപ്പോവുക. ഇനിയല്ല, സ്ഥിരതയുണ്ടായി എന്ന് നമുക്ക് തോന്നിയാൽ ആ സ്ഥിരത ദൈവം എനിക്ക് തന്നതിലൂടെ ദൈവം എന്നിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്, ഞാൻ എന്താ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത്, ഈ ഒരു സംശയം നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകും. ദാറ്റ് ഡൗട്ട് ഇറ്റ്സെൽഫ് ഈസ് എ ചാലഞ്ച് ടു ബി എൻഡ്യൂർഡ്. ആ ചിന്ത തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതിനൊരു വലിയ വെല്ലുവിളിയാണ്. ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വെല്ലുവിളി എന്താ? 5-ാമത്തെ വാക്യം വായിക്കാമോ? ഇറ്റ്സ് എ ചാലഞ്ച് ടു എൻഡ്യൂറൻസ്. വേഴ്സ് 5. ജ്ഞാനം കുറവാകുമെങ്കിൽ ഭക്ഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുവാനായ ദൈവത്തോട് യാചിക്കട്ടെ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ, ദാറ്റ്സ് എ ഗ്രേറ്റ് ചാലഞ്ച് ടു എൻഡ്യൂർ ഇൻ അവർ ലൈഫ്. ജ്ഞാനം കുറവാകുന്നു എങ്കിൽ, ആ വാക്യവും പലപ്പോഴും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഈ വാക്യം ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദൈവം നമുക്ക് ജ്ഞാനം നൽകുന്നവനാണ് എല്ലാ മേഖലയിലും. എന്നാൽ ഇവിടെ വിശ്വാസത്തിന്റെ പരിശോധനയുടെ മധ്യത്തിൽ സ്ഥിരതയോടെ നാം മുന്നോട്ട് പോകേണ്ട മേഖലയിൽ എങ്ങനെയാ ഈ ജ്ഞാനം കുറവാകുന്നു എന്നുള്ളത് ഒരു വെല്ലുവിളിയായി തീരുന്നത്, ഒരു ചലഞ്ചായിട്ട് തീരുന്നത്? 2 രീതിയിൽ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, പരിശോധനയിൽ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ജ്ഞാനക്കുറവ്. പരിശോധന ഇഷ്ടം പോലെ ഉണ്ട്, വിശ്വാസത്തിന്റെ പരിശോധന ആവശ്യത്തിലധികമുണ്ട്. പക്ഷെ ഈ പരിശോധനയിൽ ഹൗ വിൽ ഐ ഗോ ഫോർവേഡ്, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഈ ജ്ഞാനമില്ലാതെ വരുമ്പോൾ പലപ്പോഴും നാം തളരും, നാം ക്വിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാകും, ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഒരുപക്ഷെ നാം തീരുമാനിക്കും. 2, ഇനി നമുക്ക് സ്ഥിരത ലഭിച്ചു എന്ന് വിചാരിക്കുക, സ്ഥിരതയൊക്കെ ആയി. അങ്ങനെ സ്ഥിരതയായെങ്കിൽ ദൈവം എനിക്ക് നൽകിയ ആ സ്ഥിരതയിലൂടെ, മുമ്പേ പറഞ്ഞല്ലോ, റിസൾട്ട്, God made us strong enough to do His will.
കർത്താവ്, ഞാൻ സ്ഥിരതയുള്ള ആളായി, പക്ഷെ എന്താ ഞാൻ ചെയ്യേണ്ടത്? വാട്ട് ഈസ് യുവർ വിൽ അബൌട്ട് മീ? വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു? അതെനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. സ്ഥിരതയുള്ള ആളായിട്ട് ഇരിക്കുകയാണ്, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ഡു നെക്സ്റ്റ്. ആ ജ്ഞാനക്കുറവ്, ഇത് രണ്ടും എൻഡ്യൂറൻസിനൊരു തടസ്സമായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ ആ തടസ്സത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാനായിട്ട് പറ്റും? ആസ്ക് ടു ഗോഡ് ഇൻ പ്രയർ. പ്രാർത്ഥനയിൽ ദൈവത്തോട് ഈ കാര്യം ചോദിക്കുക. അല്ലാതെ ഒരു മാർഗവും നമുക്ക് മുമ്പിൽ ഇല്ല. ദൈവമേ, അവിടുന്ന് വിശ്വാസത്തിന്റെ പരിശോധന എനിക്ക് അനുവദിച്ചു. ഞാൻ ആ പരിശോധനയുമായി ഫ്രണ്ട്ഷിപ്പിൽ, ഒരു നല്ല റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നു. അവിടുന്ന് എനിക്ക് സ്ഥിരത നൽകുന്നു. എന്നാൽ ഈ സ്ഥിരത നൽകുന്നതിലൂടെ ഞാൻ എങ്ങനെയാ അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ടത്? അതിനെക്കുറിച്ചുള്ള ജ്ഞാനം എനിക്കില്ല, അതിനെക്കുറിച്ചുള്ള അറിവെനിക്കില്ല. അടുത്തത് എന്താ ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല. പ്ലീസ് ടെൽ മീ, പ്ലീസ് ഷോ മീ യുവർ വേ സോ ദാറ്റ് ഐ ക്യാൻ മൂവ് ഫോർവേഡ്, ഐ ക്യാൻ ഗോ ഫോർവേഡ്. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം വെളിപ്പെടുത്തി തരും. ദൈവം എന്തിനാ നമ്മളെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടത്തിവിട്ട് സ്ഥിരതയുള്ളവരാക്കി ഈ ലോകത്തിൽ നിർത്തിയിരിക്കുന്നതെന്ന്. മറ്റ് 2 ട്രാൻസ്ലേഷൻസിലെ വാചകങ്ങളോടെ വായിച്ച് അവസാനിപ്പിക്കാം. ലിവിംഗ് ബൈബിൾ. If you want to know what God wants you to do, ask Him, and He will gladly tell you. For He is always ready to give a bountiful supply of wisdom to all who ask Him. Another translation, and if in the process any of you does not know how to meet any particular problem, he has only to ask God, who gives generously to all men without making them feel guilty, and he may be quite sure that the necessary wisdom will be given him. വിശ്വാസത്തിന്റെ പരിശോധനയിലും സ്ഥിരതയോടെ മുന്നോട്ട് പോകുന്നതിനും നമ്മളുടെ ജ്ഞാനക്കുറവ്, ഇതിന്റെ പിന്നിൽ എന്താ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ there's one way, ask to God in prayer. അങ്ങനെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നുപോയി സ്ഥിരതയുള്ളവരായി തീർന്ന് ദൈവം നമ്മളെക്കുറിച്ച് ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം നിവർത്തിച്ച് ദൈവം നമുക്ക് നൽകിയ എൻഡ്യൂറൻസ് എന്ന ആ സ്ട്രെങ്ത് ഉപയോഗിച്ച് ദൈവം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റുമ്പോൾ there is a higher reward waiting for us. ഒരു വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി കാത്തിരിക്കുക. എന്താ ആ പ്രതിഫലം? ആ വാക്യം കൂടെ വായിക്കാം. വേഴ്സ് നമ്പർ 12, 12ാമത്തെ വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവർ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് അവരെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് they will receive crown of life. അതും 2 ആംഗിളുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഒന്ന്, crown of life means life itself. അതായത് ഈ ലോകത്തിൽ God will give us abundance of life. അങ്ങനെ ഒരിക്കൽ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നുപോയി നാം സ്ഥിരതയുള്ളവരായി തീർന്ന് ദൈവം നമ്മിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് നാം മുന്നോട്ട് പോകുമ്പോൾ God is giving us abundance of life. സമൃദ്ധിയായ ഒരു ജീവിതം, അർത്ഥവത്തായ ഒരു ജീവിതം, പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം, പ്രയോജനമുള്ള ഒരു ജീവിതം, മറ്റുള്ളവർക്ക് മാതൃകയുള്ള ജീവിതം, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി പ്രയോജനപ്പെടുന്ന ഒരു ജീവിതം ഈ ലോകത്തിൽ നയിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുക. ആൻഡ് ഓൾസോ ടു റെസ്റ്റ് കോൺഫിഡന്റ്ലി ഇൻ ഹിം. ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിച്ച് വിശ്രമിക്കാൻ ഉള്ള ഒരു അവസരം കൂടെ ദൈവം നമുക്ക് നൽകുകയാണ്. ഇനി അതിന്റെ മറ്റൊരു ആംഗിൾ, ക്രൗൺ ഓഫ് ലൈഫ്. ഒരുപക്ഷെ അത് ഫ്യൂച്ചറിൽ എറ്റേണിറ്റിയിൽ ലഭിക്കാൻ പോകുന്ന ഒരു കിരീടമാണ് എങ്കിൽ ഈ ലോകത്തിൽ നാം വിശ്വാസത്തിന്റെ പരിശോധന ഏറ്റുവാങ്ങി സ്ഥിരതയുള്ളവരായി ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന പർപ്പസുകൾ നിർവഹിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ there is a great reward waiting for us in eternity. സ്വർഗത്തിൽ ഒരു വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി കാത്തിരിക്കുക. ജോർജ് മുള്ളർ എന്ന ദേവദാസനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം മിഷണറി ദൗത്യവുമായി ഇറങ്ങിയ സമയത്ത് തനിക്കൊരാഗ്രഹം, ഒരു ഓർഫണേജ് സ്റ്റാർട്ട് ചെയ്യണം. അനാഥ കുഞ്ഞുങ്ങളെ എടുത്ത് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. എന്നാൽ തൻ്റെ കയ്യിൽ പണമില്ല, മറ്റു റിസോഴ്സ് ഒന്നുമില്ല. താൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. 7 വർഷം ക്ഷമയോടുകൂടെ താൻ പ്രാർത്ഥിച്ചു.
അങ്ങനെ പ്രാർത്ഥിച്ചാണ് താൻ ആഷ്ലി ഡൗൺ ഓർഫനേജ് എന്ന അനാഥാലയം തുടങ്ങിയത്. അപ്പോഴാണ് പണമായത്, അതിനുവേണ്ട റിസോഴ്സ് ഒരുങ്ങിയത്. എന്നാൽ താൻ മനസ്സിൽ വിചാരിച്ച തരത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ നീണ്ട 21 വർഷം തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ഈ 21 വർഷവും താൻ പ്രാർത്ഥന മുടക്കിയില്ല, ഒരു ദിവസം പോലും. ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഒരു ദിവസം പോലും മുടക്കിയില്ല. ഓർഫനേജിൽ ആഹാരമില്ലാത്ത സമയം വന്നു, പണമില്ലാത്ത സമയം വന്നു. ജോർജ് മുള്ളർ വളരെ ശാരീരിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ബട്ട് ഹി എൻഡ്യൂർഡ്. അദ്ദേഹം സ്ഥിരമായി നിന്നു, നിലനിന്നു. ദൈവം തനിക്ക് കൊടുത്ത വിഷനിൽ താൻ നിലനിന്നു. അതിന്റെ ഫലമായി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ജീവിതം തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ, ദൈവ സ്നേഹത്തെ അറിയുവാൻ അത് മുഖാന്തരം ഇടയായി. That was God's purpose about George Muller. നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് ദൈവത്തിന് ഇതുപോലെ വലിയ ചില ഉദ്ദേശങ്ങളുണ്ട്, വലിയ ചില പർപ്പസുകളുണ്ട്. എന്നാൽ ആ പർപ്പസ് ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ നിവർത്തിക്കേണ്ടതിന് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ our faith has to be approved. അതിനുവേണ്ടി നമ്മളെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടത്തിവിടും. But try to make friendship with that trials. Enjoy going through that trials so that we may come out with endurance. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന പർപ്പസുകൾ ജീവിതത്തിൽ നിർവഹിക്കാനിടയായി തീരും. അൾട്ടിമേറ്റ്ലി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ക്രൗൺ ഓഫ് ലൈഫ് അത് പ്രാപിക്കുവാനും ദൈവം നമ്മെ സഹായിക്കും. വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ, ആത്മീയ നിലയിലും ഭൗതികമായ നിലയിലും, പഠനത്തിന്റെ മേഖലയിലും, ജോലിയുടെ മേഖലയിലും, in every aspect of our life, be endure, trust in God. God will take care of us. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ അവസരം തന്ന സ്ഥലം സഭയോട് വീണ്ടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.